ദേശീയപാത മരണക്കെണിയോ? വൺ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ജീവൻ രക്ഷിക്കേണ്ട റോഡ് ജീവൻ എടുക്കുന്ന വഴിയായി മാറുകയാണോ? മുണ്ടൂർ തൂത ദേശീയപാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളും മരണങ്ങളും ഉയർത്തുന്നത് ഈ ചോദ്യമാണ്. വാഹനങ്ങളുടെ അമിത വേഗത, അപകട സാധ്യതയുള്ള വളവുകളും തിരിവുകളും, ആവശ്യമായ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകളുടെ അഭാവം എന്നിവയാണ് അപകടങ്ങൾക്ക് കാരണമെന്നത് വീണ്ടും ചർച്ചയാവുകയാണ്. സമീപകാലത്ത് നവീകരിച്ച മുണ്ടൂർ തൂത ദേശീയപാതയിൽ വാഹനങ്ങളുടെ വേഗത വർദ്ധിച്ചതോടെ അപകടങ്ങളും പതിവായെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കച്ചേരിക്കുന്ന് പള്ളി പരിസരം, കാക്കത്തോട്, 26 മൈൽ, അടയ്ക്കപുത്തൂർ തുടങ്ങിയ ഭാഗങ്ങളിൽ റോഡിന്റെ വളവും തിരിവും ഡ്രൈവർമാർക്ക് വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ചരക്കുമായി എത്തുന്ന വലിയ ലോറികൾക്കും പിക്കപ്പുകൾക്കും ഈ ഭാഗങ്ങൾ കടന്നുപോകാൻ ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നതായാണ് നാട്ടുകാരുടെ വിലയിരുത്തൽ. റോഡിന്റെ പ്രത്യേകതകൾ മുൻകൂട്ടി അറിയിക്കുന്ന മുന്നറിയിപ്പ് ബോർഡുകളോ അപകട മേഖലകൾ സൂചിപ്പിക്കുന്ന സൈൻ ബോർഡുകളോ മതിയായ രീതിയിൽ സ്ഥാപിച്ചിട്ടില്ലെന്നും അവർ ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ 4 മാസത്തിനിടെ 4 ജീവനുകളാണ് ഈ പാതയിൽ നഷ്ടമായത്. അപകടങ്ങൾ ആവർത്തിച്ചിട്ടും ശാശ്വത പരിഹാരം കാണാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്കും ഈ റോഡ് സാക്ഷ്യം വഹിച്ചു. അപകടങ്ങളും അപകട മരണങ്ങളും ഉയരുന്ന സാഹചര്യത്തിലാണ് കാക്കത്തോട് പാലത്തിന് സമീപം നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ജനകീയ റോഡ് ഉപരോധം സംഘടിപ്പിച്ചത്. അപകട സാധ്യതയുള്ള വളവുകളിൽ വേഗത നിയന്ത്രണ സംവിധാനങ്ങൾ സ്ഥാപിക്കുക, കൃത്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുക, റോഡിലെ അശാസ്ത്രീയ ഭാഗങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ചത്. ഇനിയും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ പ്രതിഷേധമുയരുന്നതിനിടയിലും അപകടങ്ങൾ അവസാനിക്കുന്നില്ല. സുരക്ഷാ വീഴ്ചകളെക്കുറിച്ചുള്ള പരാതികൾക്കിടെ വീണ്ടും ഒരു ജീവൻ കൂടി ഈ പാതയിൽ പൊലിഞ്ഞു. കഴിഞ്ഞ ദിവസം അടയ്ക്കപുത്തൂരിൽ സ്കൂട്ടറും പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മുഹമ്മദ് കുട്ടി എന്നയാൾ മരിച്ചതോടെ നാട്ടുകാരുടെ ആശങ്ക വീണ്ടും ശക്തമായി. അപകടങ്ങൾ ആവർത്തിക്കുമ്പോഴും റോഡിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ കാര്യമായ പുരോഗതിയില്ലെന്നാണ് അവരുടെ വിമർശനം. വികസനത്തിന്റെ ഭാഗമായി റോഡ് നവീകരിച്ചെങ്കിലും അതിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വീണ്ടും ആവർത്തിക്കുമെന്നാണ് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നത്. റോഡ് വികസനം യാത്ര എളുപ്പമാക്കാനാണ്, ജീവൻ അപകടത്തിലാക്കാനല്ല. മുണ്ടൂർ തൂത ദേശീയപാതയിലെ അപകടങ്ങൾ ഉയർത്തുന്ന മുന്നറിയിപ്പ് അധികൃതർ ഗൗരവത്തോടെ കാണുമോ? റോഡ് നിർമ്മാണത്തിലെ പോരായ്മകളെക്കുറിച്ചുള്ള പരാതികളും സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ? അതാണ് ഇനി ഈ പാതയിലൂടെ യാത്ര ചെയ്യുന്ന ആയിരങ്ങളുടെ ചോദ്യം. വൺ റിപ്പോർട്ടിന്റെ അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം.